ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പട്ടുപാവാടയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ധാവണിയിലെ പട്ടുപാവാടയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ബ്ലൗസ് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കൊരു പട്ടുപാവാട ചെയ്യാനായിട്ട് ആകെ വേണ്ട 2 അളവുകളാണ് നമുക്ക് വേണ്ടത്. ഒന്ന് നമ്മുടെ വേസ്റ്റിൻ്റെ അളവ്, അതായത് അരവണ്ണം എന്ന് പറയും. പിന്നെ വേണ്ടത് ഫുൾ ലെങ്ത്ത്, നമുക്ക് എത്രയാണോ നീളം വേണ്ടത് ആ നീളവും കൂടെ വേണം. അപ്പോൾ 2 അളവുകൾ മാത്രം മതി. ഇനി നമുക്കതിന് എത്ര തുണി വേണമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്കപ്പോൾ വേസ്റ്റ് കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 30 ഇഞ്ച്. ആ 30 ഇഞ്ചിൻ്റെ 3 ഇരട്ടിയെങ്കിലും തുണി വേണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പട്ടുപാവാട അത്യാവശ്യം നല്ല പ്ലീറ്റ് ഇട്ട് തയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനിയിപ്പം 3.5 മീറ്റർ ആണെന്നോർത്തുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 90 ഇഞ്ചെന്ന് പറയുമ്പോൾ ഏകദേശം 1.25 അടുത്ത് വരും. 1.25 അല്ല, 2.25 അടുത്ത് വരും കേട്ടോ. അപ്പോൾ അത്രയെങ്കിലും വേണമെന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു സ്കേർട്ടിൻ്റെ പോർഷൻ 2 ഭാഗങ്ങളായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഒന്ന് താഴേക്കുള്ള ആ പ്ലീറ്റ് വരുന്ന ഭാഗം കണ്ടോ, അതും പിന്നെ മുകളിലേക്കുള്ള വേസ്റ്റ് ബാൻഡുമാണ് വരുന്നത്. അപ്പം നമ്മൾ 40 ഇഞ്ചെന്ന് പറയുന്നത് ആ ഫുൾ ലെങ്ത്താണ്. ഈ പറയുന്ന 2 പീസിൻ്റെയും കൂടെ ഫുള്ളായിട്ടുള്ള ലെങ്ത്താണ് 40 ഇഞ്ചെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കേർട്ടിന് എത്രത്തോളം വേണമെന്നുള്ളതാണ് നോക്കുന്നത്. സ്കേർട്ട് എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്തിന് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് നോക്കാം. താഴെ എന്ന് പറയുമ്പോൾ മൊത്തം 40 ഇഞ്ചാണ് നമുക്ക് വരുന്നത്. ആ 40 ഇഞ്ചിൽ നിന്ന് നമ്മൾ എത്ര മൈനസ് ചെയ്യണം? 2 മൈനസ് ചെയ്യണം. മുകളിലത്തെ വേസ്റ്റ് ബാൻഡ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 38 ഇഞ്ചാണ്. പ്ലസ് നമ്മൾ അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി കഴിയുമ്പോൾ 38.5 കിട്ടും. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ, ഞാനിപ്പോൾ വരയ്ക്കുന്ന ഭാഗം കണ്ടോ, ആ ഭാഗത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 38.5 ഇഞ്ച് ലെങ്ത്താണ് കേട്ടോ പറയുന്നത്. 38.5 ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ മുകളിലത്തെ ഭാഗമാണ്. ഈ വേസ്റ്റ് ബാൻഡ് കണ്ടോ, 2 ഇഞ്ച്. ആ 2 ഇഞ്ചെന്ന് പറഞ്ഞാൽ നമ്മൾ 2 ഇഞ്ചുള്ള തുണി കട്ട് ചെയ്തെടുക്കരുത്. 2 ഇഞ്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് കാണുന്ന ഭാഗം മാത്രമാണ്. ബാക്കിലേക്കും 2 ഇഞ്ചുണ്ട്. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഉള്ള വിഡ്ത്താണ് കേട്ടോ ഈ 2 ഇഞ്ചെന്ന് പറയുന്നത്. 2 ഇഞ്ചോ 1.5 ഇഞ്ചോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. ഇപ്പം ഞാനൊരു വേസ്റ്റ് ബാൻഡ് വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഫ്രണ്ടിലേക്ക് നമ്മൾ 2 ഇഞ്ചും അതുപോലെ തന്നെ ബാക്കിലേക്കും ഉണ്ട് 2 ഇഞ്ച്. അപ്പം മൊത്തം എത്രയായി? 4 ഇഞ്ച്. പിന്നെ ഒരു 1/2 ഇഞ്ച് 2 സൈഡിലും തയ്യൽ തുമ്പും കൂടെ ഇടണം. അപ്പോൾ 1 ഇഞ്ചായില്ലേ. അപ്പോൾ മൊത്തം 4 + 1 എന്ന് പറയുമ്പോൾ 5 ഇഞ്ചാണ് നമുക്കതിൻ്റെ വിഡ്ത്ത് വേണ്ടത്. നമുക്ക് 2 ഇഞ്ചുള്ള വേസ്റ്റ് ബാൻഡ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടണമെങ്കിൽ നമ്മൾ 5 ഇഞ്ച് വിഡ്ത്തുള്ള തുണി എടുക്കണം. അത് ആ ഒരു തുണിയുടെ വീതിയാണ് പറയുന്നത്. ഇനി അതിൻ്റെ നീളം എത്രയെന്ന് നോക്കാം. നീളം നോക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് എടുക്കുക, അതായത് 30 ഇഞ്ച്. 30 ഇഞ്ച് നിങ്ങളുടെ എത്രയാണോ വേസ്റ്റിൻ്റെ അളവെന്ന് വെച്ചാൽ അതെടുക്കുക. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 30 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂട്ടണം. അപ്പം നമുക്ക് കിട്ടുന്ന അളവെന്ന് പറഞ്ഞാൽ 34 ഇഞ്ചാണ്. ആ 34 ഇഞ്ച് വേണം നമുക്കിത് തയ്ച്ച് വരുമ്പോൾ കിട്ടാനായിട്ട്. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് പറയുന്നത് 34 ഇഞ്ച്. അപ്പം നമ്മൾ ആ 34 എന്ന് പറയുമ്പോൾ നമ്മൾ താഴത്തെ ആ ഒരു സ്കേർട്ടിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ പ്ലീറ്റ് ഇട്ട് എടുത്ത് കഴിയുമ്പോൾ ആ ഒരു 34 വരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പടി കറക്റ്റായിട്ട് അതിലേക്ക് വെക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മുടെ പടിയുടെ നീളം 34ആണ്, വീതി 5ആണ്. അപ്പോൾ ഈ ഒരു വിഡ്ത്തിലും ലെങ്ത്തിലുമുള്ള ഒരു പീസ് മുറിച്ചെടുക്കണം. പിന്നെ താഴേക്ക് 38.5 ഒരു പീസും മുറിച്ചെടുക്കണം. നമ്മുടെ താഴേക്ക് ആ പീസ് മുറിച്ചെടുക്കണം എങ്ങനെയാണെന്ന് കാണിക്കുക. ഇപ്പം നമ്മുടെ തുണി ഇതാണെന്ന് വെക്കുക. നമ്മളിതുപോലെ മാക്സിമം മടക്കാവുന്നത്ര എളുപ്പത്തിൽ മടക്കി വയ്ക്കുക. അതിൻ്റെ താഴെ ഇതുപോലെ കര വരുമല്ലോ, കര എന്ന് പറഞ്ഞാൽ ബോർഡർ വരുമല്ലോ. ആ ബോർഡർ താഴേക്ക് നമുക്ക് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ ബോർഡറിൻ്റെ അവിടം തൊട്ട് നമ്മൾ മുകളിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ നമുക്ക് 38.5 വരണം. പിന്നെ ബാക്കി മുകളിൽ കുറച്ച് ഭാഗം കണ്ടില്ലേ, ആ ഭാഗത്ത് അവിടെ ചിലപ്പോൾ ഒരു ചെറിയ ബോർഡർ കാണും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബോർഡർ വെട്ടി വേസ്റ്റ് ബാൻഡായിട്ട് വയ്ക്കാവുന്നതാണ്. ആ ഭാഗത്തു നിന്നാണ് നമുക്ക് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ താഴേന്ന് മുകളിലേക്ക് 38.5 ലെങ്ത്ത് മാർക്ക് ചെയ്തു. ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആ ഭാഗത്തുനിന്ന് നമ്മൾ വേസ്റ്റ് ബാൻഡും കട്ട് ചെയ്യുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പട്ടുപാവാട എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പേപ്പർ മടക്കിയിട്ട പോലെ ഞാൻ തുണി മടക്കിയിട്ടിട്ടുണ്ട്. കണ്ടോ, ഇതാണ് എൻ്റെ
തുണി വരുന്നത്. താഴ്ഭാഗം കരയാണെങ്കിലും അതിൻ്റെ താഴെ ഒരു ബ്ലാക്ക് കളറിലൊരു പീസ് വരുന്നുണ്ടല്ലോ, അവിടെ നൂല് മുഴുവൻ ഇങ്ങനെ പോയിരിക്കണം. കാരണം ഞാൻ അവിടെ ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം താഴേന്ന് നമ്മൾ മുകളിലേക്ക് ലെങ്ത്ത് പിടിക്കുക. ഇതാണ് 38.5 ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മുകളിലൊരു പീസ് ബോർഡർ വരുന്നത് കണ്ടോ, ആ ഒരു ബോർഡർ നമ്മൾ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും വേസ്റ്റ് ബാൻഡായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ ഒറ്റ കട്ടിങ് മാത്രമേ നമുക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ പോർഷനിലുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ ആ വേസ്റ്റ് ബാൻഡ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സൈഡിലാണ് നമുക്ക് ആ ഒരു ബോർഡർ വരുന്നത്. ബാക്കി കുറച്ച് ഭാഗം നമ്മൾ ബ്ലാക്ക് കളറിലേക്കും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത്രയും വിഡ്ത്തിൽ നമുക്ക് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ ആ ഒരു കസവ് വരുന്ന ഭാഗം നമുക്ക് ഫ്രണ്ടിലേക്ക് വരണം. അപ്പോൾ ആ ഒരു തുണിയുടെ വിഡ്ത്തെന്ന് പറഞ്ഞാൽ 5 ഇഞ്ചും ലെങ്ത്ത് നമ്മൾ എത്രയായിരുന്നു പറഞ്ഞാൽ 34 ഇഞ്ചുമാണ് വരുന്നത്. ആ ഒരു പീസിലുള്ള തുണി വരും. ഇങ്ങനെയാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാട്ടെ. ഏകദേശം 690 രൂപയായി ഒരു ധാവണി സെറ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ സൈഡ് ഭാഗം 2 സൈഡും ഒന്ന് മടക്കി അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ നൂലൊക്കെ ഇങ്ങനെ വലിഞ്ഞു പോകുന്ന ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ 2 സൈഡും മടക്കി അടിക്കുകയാണ്. ഇപ്പം ഞാൻ മടക്കി അടിക്കുന്നത് താഴ്ഭാഗമാണ് കേട്ടോ. നിങ്ങൾക്ക് താഴ്ഭാഗം മടക്കി അടിക്കേണ്ട ആവശ്യം വരില്ല. കാരണം ഇത്രയും വലിയ ബോർഡറൊക്കെ ഉള്ളപ്പോൾ താഴ്ഭാഗം അടിക്കേണ്ട ആവശ്യമില്ല. ഇത് നൂല് പോകുന്നതുകൊണ്ട് മാത്രം ഞാൻ അടിച്ചെടുത്തതാണ്. അപ്പം ഞാൻ താഴ്ഭാഗം ഫുള്ളായിട്ട് അടിച്ചെടുത്തു. അതിന് ശേഷം സൈഡും കൂടെ ഒന്ന് മടക്കി അടിക്കാം. കൂടുതലും ഇതുപോലുള്ള പട്ടുപാവാടയുടെ കസവ് അല്ലെങ്കിൽ ഈ ഒരു തരം ഗോൾഡൻ കളറ് നൂലിഴ വരുന്നതൊക്കെ വലിഞ്ഞു പോകുന്ന ടൈപ്പ് തുണികളാണ്. അപ്പോൾ ഒന്ന് സൈഡൊന്ന് മടക്കി അടിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് ഇരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 2 സൈഡും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, ഇതുപോലെ പ്ലീറ്റ് ഇട്ടെടുക്കുക. നമുക്ക് ഈ തുണി ഏകദേശം ഒരു 3.5 മീറ്റർ തുണിയുണ്ട്. നമുക്ക് വേണ്ട വേസ്റ്റിൻ്റെ അളവ് എത്രയാണ്? 34 ഇഞ്ച്. അപ്പോൾ ഒരു സൈഡ് വരുമ്പോൾ 17 ഇഞ്ച് വരും. ഫ്രണ്ട് 17, ബാക്ക് 17. അപ്പം നമ്മൾ ഈ സ്കേർട്ടിൻ്റെ പോർഷൻ പ്ലീറ്റ് ഇട്ട് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര വരണം? 34 ഇഞ്ച് വരണം. തയ്യൽ തുമ്പ് അടക്കമാണ് കേട്ടോ പറയുന്നത്. തയ്യൽ തുമ്പെന്ന് പറഞ്ഞാൽ ആ സൈഡിൽ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് പറയുന്നത്. അതടക്കം നമുക്ക് 34 ഇഞ്ച് വരണം. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളി കയറ്റി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ല വിരിഞ്ഞിരിക്കും. ഒരു 3.5 മീറ്റർ തുണി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ 3.5 മീറ്റർ തുണി നമുക്ക് ഈ ഒരു സ്കേർട്ടിനായിട്ട് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും വിരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് മാറ്റാം. എന്നാലും ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് കിടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആദ്യമൊക്കെ പ്ലീറ്റ് ഇട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ കൂടിപ്പോവും, ചിലപ്പോൾ വരുമ്പോൾ തികയില്ല, അങ്ങനെയൊക്കെ വരികയൊക്കെ ചെയ്യും കേട്ടോ. അതൊക്കെ ആദ്യത്തെ ഒരു ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ശരിയായിക്കോളും. ഞാനിപ്പോൾ ആദ്യം പ്ലീറ്റ് ഇട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ അത് കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ തുണി കട്ട് ചെയ്ത് മാറ്റണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാനത് ഒന്നും കൂടെ അഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഉള്ളിലേക്ക് തള്ളി കയറ്റി വെച്ച് പ്ലീറ്റ് ഇട്ടെടുക്കുകയാണ്. മാക്സിമം അങ്ങോട്ട് കയറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലെയറിൽ വിരിഞ്ഞ് കിടന്നോളും. സ്കേർട്ട് ഇട്ട് കഴിയുമ്പോൾ നല്ല രസമായിരിക്കും. മാത്രമല്ല ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് അയൺ ചെയ്തെടുക്കണം കേട്ടോ. എന്നാലാണ് അത് ഒതുങ്ങിയിരിക്കുള്ളൂ. ലൈനിങ് ഒന്നും ഇട്ടിട്ടില്ല. നല്ല കട്ടിയുള്ള തുണിയാണ്, അതുകൊണ്ട് ഞാൻ ലൈനിങ് ഒന്നും അതിനിട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. അതിന് ശേഷം നമ്മുടെ പടിയുണ്ടല്ലോ, പടി എടുത്ത് വയ്ക്കുക. പടിയുടെ ചീത്ത വശത്തേക്ക് നമ്മളൊരു 4 ഇഞ്ച് മടക്കി അടിക്കുക. അതുപോലെ 4 ഇഞ്ച് മടക്കി അടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു പീസിൻ്റെ ഒരു സൈഡ്, നീളത്തിലുള്ള പീസിൻ്റെ ആ ഒരു സൈഡ് നമ്മൾ നമ്മുടെ സ്കേർട്ടിൻ്റെ ചീത്ത വശത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ഓറഞ്ച് കളറിലെ ആ ഒരു ബോർഡർ ഫ്രണ്ടിലേക്ക് വരത്തക്ക വണ്ണം വേണം വെക്കാനായിട്ട്. ഇതാണ് ചീത്ത വശം വരുന്നത്. നമ്മുടെ സ്കേർട്ടിൻ്റെ ചീത്ത വശമാണ് ഉൾഭാഗം. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് തയ്ച്ചെടുക്കുക. ഞാനിപ്പോൾ വരയ്ക്കുന്ന കണ്ടോ, അതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് ഭാഗമൊക്കെ ഒരേപോലെ വയ്ക്കുക. എന്നിട്ട് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ ഫുള്ളായിട്ട് അതങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു സ്റ്റിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം.
ഞാനിപ്പോൾ 1 കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ഒരു പീസ് ഉണ്ടല്ലോ, പീസ് നല്ല വശത്തേക്ക് തിരിച്ച് വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ പതിച്ചങ്ങ് അടിച്ചെടുക്കുക. അപ്പം നമ്മുടെ ബോർഡർ ഫ്രണ്ടിൽ വന്നത് കണ്ടോ? ഇതല്ലേ ഒരു ഭംഗി കാണാനായിട്ട്. ബ്ലാക്ക് കളർ പീസിനേക്കാളും നല്ലത് ഇതുപോലെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബോർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ സാധാരണ തുണി നമ്മുടെ സ്കേർട്ടിൻ്റെ പോർഷൻ വെച്ചിട്ട് ചെയ്താലും മതി. അപ്പോൾ അത് നമ്മളങ്ങനെ ഫുള്ളായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. സൈഡ് നമ്മൾ ആ ഒരു ബോർഡറിൻ്റെ താഴേക്ക് ഒരു 3 ഇഞ്ച് വിട്ടതിന് ശേഷം, ഓപ്പണായിട്ട് വിട്ടതിന് ശേഷം ബാക്കി ഫുള്ളായിട്ട് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. 2 സ്റ്റിച്ച് കൊടുത്തെടുക്കുക കേട്ടോ. അപ്പോൾ താഴെ ഭാഗമൊക്കെ നല്ല ഒപ്പം പിടിച്ചിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. കൃത്യമായിരിക്കണം താഴെ വരുമ്പോൾ കേട്ടോ. ആ ബോർഡറിൻ്റെ അറ്റം ഭാഗം വരുമ്പോൾ, എൻഡ് ഭാഗം വരുമ്പോൾ നല്ല കറക്റ്റായിട്ട് കയറി ഇറങ്ങി ഒന്ന് ഇരിക്കത്തക്ക രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.